ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫുഡ് പ്രിസർവേഷന്റെ മെത്തേഡ്സ് ആണ് അല്ലെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ തന്നെ കുറച്ച് ടെക്നിക്സും കൂടി ബാക്കിയുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്കും അതേപോലെ തന്നെ നമ്മുടെ സിലബസിൽ അടുത്ത് കിടക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ആ രണ്ട് ടോപ്പിക്കുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. അപ്പൊ അതിൽ ആദ്യം നമ്മളെ ഫുഡ് പ്രിസർവേഷന്റെ കുറച്ച് മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതാണ് ആദ്യം നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് സാൾട്ടിങ് ആണ്. സാൾട്ടിങ് എന്ന് പറഞ്ഞ ഒരു പ്രിസർവേഷൻ ടെക്നിക് ആണ്. അപ്പൊ നമ്മൾ അതിൽ എന്താണ് ഉപയോഗിക്കുന്നത്? സാൾട്ട് ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ എഡിബിൾ സാൾട്ട് ഉപയോഗിച്ച് പ്രിസർവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ടെക്നിക് ആണ് സാൾട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കോമൺ ആയിട്ട് നമുക്ക് എക്സാമ്പിൾസ് പറയാൻ പറ്റുന്നത് സാൾട്ടഡ് ഫിഷ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, ഡ്രൈ ചെയ്ത് സാൾട്ട് ചെയ്യുന്ന ടൈപ്പ് ഫിഷ് അല്ലെ, സാൾട്ടഡ് ഫിഷ്. അതേപോലെ പിന്നെ ഉള്ളതാണ് സാൾട്ടഡ് ക്യൂർഡ് മീറ്റ്, ബേക്കൺ ഒക്കെ പോലെയുള്ളത്. പിന്നെ വെജിറ്റബിൾസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് റണ്ണർ ബീൻസ് അല്ലെങ്കിൽ ക്യാബേജ് ഒക്കെയാണ് ഇത്തരത്തിൽ പ്രിസർവ് ചെയ്യപ്പെടുന്നത്. സാൾട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എഡിബിൾ സാൾട്ട് ഉപയോഗിച്ചാണ് ഇതിൽ പ്രിസർവേഷൻ ചെയ്യുന്നത്. സോ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, കാരണം നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും പ്രിസർവേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മൾ സാൾട്ടിങ് ചെയ്യുന്നത്? നമ്മുടെ ഫുഡ് എടുത്ത് അതിന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സാൾട്ട് ഇടുകയാണ്. ഓക്കെ, ഇപ്പൊ ഒരു എബൌട്ട് 12% ഒക്കെയാണ് അതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. അതായത് നമ്മുടെ സാൾട്ട് നമ്മുടെ ഫുഡിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ സാൾട്ട് ഇതിനകത്തോട്ട് ഇടേണ്ടി വരും. അപ്പൊ അതിൽ പ്രിസർവേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? മൈക്രോബിയൽ സെൽസിന്റെ പ്ലാസ്മോലൈസിസ് വഴിയാണ് പ്രിസർവേഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ മൈക്രോബ്സിലെ ഉള്ള മോയ്സ്ചറിന് എന്ത് ചെയ്യും? ഇത് വലിച്ചെടുക്കും അല്ലെ. ഓസ്മോട്ടിക് പ്രഷറിലുള്ള ചേഞ്ച് അനുസരിച്ച് മൈക്രോബ്സിനകത്തുള്ള മോയ്സ്ചറിനെ വലിച്ചെടുക്കുന്ന വഴിയാണ് ഇതിൽ എന്ത് സംഭവിക്കുന്നത്? പ്രിസർവേഷൻ എന്ന് പറയുന്ന ആക്ഷൻ നടക്കുന്നത്. അപ്പൊ അത്രയാണ് സാൾട്ടിങ്ങിൽ ഓർത്തിരിക്കാനുള്ളത്. സാൾട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു എഡിബിൾ സാൾട്ട് വെച്ചിട്ടാണ് പ്രിസർവേഷൻ നടക്കുന്നത്. അതിന് കോമൺ എക്സാമ്പിൾസ് പറഞ്ഞത് സാൾട്ടഡ് ഫിഷ്, ബേക്കൺ, അതേപോലെ ക്യാബേജ്, റണ്ണർ ബീൻസ് ഒക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്. എബൌവ് ഒരു 12% ആണ് നമ്മൾ ഇതിൽ കോൺസെൻട്രേഷൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ സാൾട്ടിങ്ങിൽ ഓർത്തിരിക്കുക. ഇനി അടുത്ത മെത്തേഡ് ഷുഗറിങ് ആണ്. ഷുഗറിങ്ങിൽ എന്താണ്? ഇതേപോലെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിലും വരുന്നത് ഓസ്മോസിസ്, ആ ഒരു പ്രോസസ്സ് വഴിയാണ് പ്രിസർവേഷൻ നടക്കുന്നത്. എന്ത് ചെയ്യാണ്? ഷുഗർ നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസത്തിലുള്ള വാട്ടറിനെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. ഹൈ കോൺസെൻട്രേറ്റഡ് ഷുഗർ സിറപ്പാണ് നമ്മൾ ഷുഗറിങ്ങിന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഓസ്മോസിസ് വഴി എന്ത് സംഭവിക്കും? ഈ മൈക്രോ ഓർഗാനിസത്തിലുള്ള മോയ്സ്ചറിന് ഇത് വലിച്ചെടുക്കും അല്ലെ. സോ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഡിഹൈഡ്രേറ്റഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ അതിന് പിന്നീട് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള അവസരങ്ങളില്ല. അതുവഴി അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഇതിൽ പ്രിസർവേഷൻ നടക്കുന്നത്. ഓക്കെ, the concentration of sugar in sugar preserved product must be 68% or more. ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ ഓർത്തിരിക്കുക. നമ്മുടെ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ എത്ര വേണം? 68%-നും മുകളിലായിട്ടാണ് വേണ്ടത്. അത്രയും ആയാൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് വളരാനുള്ള അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതാവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഷുഗറിങ്ങിൽ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ജെല്ലി, ജാം, മാർമലേഡ് പോലെയുള്ള പ്രോഡക്ട്സ് ആണ്. ഓക്കെ, with the use of sugar the water activity cannot be reduced below 0.845. നമ്മൾ ഇതിൽ വാട്ടർ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പ്രിസർവേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്കിപ്പോ ഷുഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെയും ഒരു 0.845 അതിലും കുറവൊന്നും ആക്കാൻ ഈ ഷുഗറിങ്ങിനെ കൊണ്ട് പറ്റില്ല. ഈ ഒരു ലെവൽ ഓഫ് വാട്ടർ ആക്ടിവിറ്റി എന്തിനാണ്? മീസോഫിലിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പറ്റും ഷുഗറിങ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെങ്കിൽ എന്താണ്? മോൾഡ് അറ്റാക്ക് ഒന്നും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഷുഗർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വാട്ടർ ആക്ടിവിറ്റി നമുക്ക് എത്രയും കുറയ്ക്കാൻ പറ്റില്ല? 0.845 ആ ഒരു റേഞ്ചിൽ കുറയ്ക്കാൻ പറ്റില്ല. സോ ഇതിനകത്ത് വളരുന്ന മീസോഫിലിക് ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഈസ്റ്റിനെയൊക്കെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? മോൾഡ് അറ്റാക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത്രയുമാണ് ഷുഗറിങ്ങിൽ ഓർത്തിരിക്കേണ്ട. ഓസ്മോസിസ് എന്നുള്ള പ്രോസസ് ഓർത്തിരിക്കുക. 68%-ന് മുകളിലാണ് നമ്മൾ ഷുഗർ കോൺസെൻട്രേഷൻ ഇതിൽ ഇടേണ്ടതെന്ന് ഓർത്തിരിക്കുക. അതേപോലെ എക്സാമ്പിൾസ് ആയിട്ട് ജാം, ജെല്ലി, ഈ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് അല്ലെ. അത്രയാണ് ഷുഗറിങ്ങിൽ നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് എന്താണ്?
പിക്കിളിംഗ് ആണ്, നമുക്ക് അറിയുന്നതാണ് അല്ലെ. പിക്കിളിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രിസർവിംഗ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫുഡ് ബൈ എയ്തർ അനൈറോബിക് ഫെർമെന്റേഷൻ ഇൻ ബ്രൈൻ ഓർ ഇമേർഷൻ ഇൻ വിനെഗർ. ഒന്നുകിൽ ബ്രൈൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ വിനെഗർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുഡ് പ്രിസർവ് ചെയ്യാണ്. ഇതിനകത്ത് അനൈറോബിക് ഫെർമെന്റേഷൻ ആണ് എന്ത് ഉപയോഗിച്ചിട്ടുള്ള ലാക്ടോബാസിലസ് സ്പീഷീസ്, അതായത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ആണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ പിക്ലിംഗ് ഓർത്തിരിക്കുമ്പോൾ ലാക്ടോബാസിലസ് സ്പീഷീസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ഓർത്തിരിക്കുക. അതാണ് ഈ ഒരു ലാക്ടോബാസിലസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് വളരുന്ന സ്പോയിലേജ് ഓർഗാനിസത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, സപ്രസ് ചെയ്യുന്നത്, അതിന്റെ ഗ്രോത്തിനെ സപ്രസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പിക്ലിംഗിൽ കുറച്ച് മെത്തേഡ്സ് ആണ്, എന്തൊക്കെ ആണ് പിക്ലിംഗിന്റെ മെത്തേഡ്സ് വരുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത് വരുന്നത് പിക്ലിംഗ് പ്രോസസ് ഡ്രൈ സാൾട്ടിങ് വഴി. ഡ്രൈ സാൾട്ടിങ് വഴി സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ സാൾട്ട് ഉപയോഗിച്ചിട്ടുള്ള പിക്ലിംഗ് വരുന്നു. പിന്നെ രണ്ടാമത്തെ മെത്തേഡാണ് എന്ത്, പിക്ലിംഗ് വിത്ത് വിനെഗർ. വിനെഗർ ഉപയോഗിച്ചിട്ട് അല്ലെ, അതിൽ വിനെഗറിലുള്ള അസറ്റിക് ആസിഡ് കോൺസെൻട്രേഷൻ 4% വരെയെങ്കിലും വേണം, എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രിസർവേഷൻ നടക്കുകയുള്ളൂ. ഇനി ഇൻ കേസ് ഈ വിനെഗറിലുള്ള അസറ്റിക് ആസിഡ് കോൺസെൻട്രേഷൻ ഒരു 2%-ലൊക്കെ കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഫെർദർ നമ്മുടെ ഈ ഒരു ഫുഡ് ഒന്നുകിൽ പാസ്ചറൈസേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, നമ്മുടെ പ്രിസർവേഷൻ നടന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ. അതായത് അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഒക്കെ സപ്രസ് ആയി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അസറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ഓർത്തിരിക്കുക അപ് ടു 4% ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തത് എന്താണ്, പിക്ലിംഗ് ബൈ ഓയിൽ ആണ്. അതിൽ ഏതൊക്കെ ഓയിലാണ്, ഓയിൽ ലൈക്ക് മസ്റ്റർഡ് ഓയിൽ, സെസം ഓയിൽ ആർ ജനറലി യൂസ്ഡ്. പിക്ലിംഗ് ബൈ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിൽസ് ലൈക്ക് മസ്റ്റർഡ് ഓയിൽ, സീസം ഓയിൽ ഒക്കെയാണ്. അതിൽ എക്സാമ്പിൾ നമ്മൾ കോളിഫ്ലവർ, ലൈം ഒക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു മെത്തേഡാണ് പിക്ലിംഗ് വിത്ത് സാൾട്ട്, വിനെഗർ, ഓയിൽ ആൻഡ് സ്പൈസസ്. ഇതിൽ നമ്മൾ ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പിക്ലിംഗ് ആണ് വരുന്നത്, ആ ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതിനകത്ത് അഡ്വാൻറ്റേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് സോൾട്ടിന്റെ വിനെഗറിന്റെ ഒക്കെ ഫെർമെന്റേറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ് ആക്ഷൻ ആണ് നടക്കുന്നത്, ഓയിലിന്റെയും വിനെഗറിന്റെയും സാൾട്ടിന്റെ ഒക്കെ. ഓക്കെ, അതേപോലെ നമ്മുടെ സ്പൈസസിന്റെ ഫ്ലേവറിങ് ഇതിനകത്ത് കിട്ടും. അതേപോലെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് സ്പൈസസിന്. അപ്പം അതാണ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പിക്ലിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മെത്തേഡ്സ് ഓഫ് പിക്ലിംഗ് ആണ് കണ്ടത്. അതിൽ നമ്മൾ ഡ്രൈ സാൾട്ടിങ് കണ്ടു, പിന്നെ പിക്ലിംഗ് വിത്ത് വിനെഗർ പറഞ്ഞു, പിന്നെ പിക്ലിംഗ് ബൈ ഓയിൽ, ദെൻ പിക്ലിംഗ് വിത്ത് സാൾട്ട്, വിനെഗർ, ഓയിൽ ആൻഡ് സ്പൈസസ്. അത്രയാണ് മെത്തേഡ്സ് ഓഫ് പിക്ലിംഗ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത്രയാണ് ഈ ഞാൻ പറഞ്ഞല്ലോ ഫുഡ് പ്രിസർവേഷന്റെ കുറച്ച് ടോപ്പിക് നമ്മൾ ബാക്കി കിടപ്പുണ്ടായിരുന്നു പറഞ്ഞു, അതിലും ടോപ്പിക്സ് ആണ് ഇപ്പൊ കവർ ചെയ്തത്. എന്നുള്ളത് സാൾട്ടിങ്, ഷുഗറിങ്, പിക്ലിംഗ്, അതേപോലെ പിക്ലിംഗിന്റെ മെത്തേഡ്സും. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക്, സിലബസിൽ നെക്സ്റ്റ് കിടക്കുന്ന ടോപ്പിക് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ആണ്. അപ്പം അത് പറയുന്നതിന് മുന്നേ, ഫോർട്ടിഫിക്കേഷൻ പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടണം. അപ്പം ഇതിനകത്ത് എന്താണ് ന്യൂട്രിയൻസ്, അതായത് ഫുഡിലുള്ള ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് കോംപ്ലക്സസ് ആണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രിയൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. എന്താണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫുഡിൽ ബൾക്കായിട്ട് കിടക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, എക്സാമ്പിൾ പ്രോട്ടീൻസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, ഇതൊക്കെയാണ് എന്ത് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്തും പറയും, പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്, ഇത് ഫുഡിൽ മൊത്തത്തിൽ നമ്മുടെ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മെയിൻ ബൾക്ക് ക്വാണ്ടിറ്റിയും വരുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഇനി എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്, ഈ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെയാണ് എന്ത് മൈക്രോ ന്യൂട്രിയൻസ്. എന്തുകൊണ്ടാണ് അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്, അത് നമ്മുടെ ഈ ഫുഡിൽ വളരെ ചെറിയ എമൗണ്ട് ആണ് ഉണ്ടാവുക അല്ലെ, വളരെ എന്ന് പറഞ്ഞാൽ ഒരു മില്ലിഗ്രാം അല്ലെങ്കിൽ ഗ്രാം ഒക്കെ ആ ഒരു ലെവലിലാണ് മൈക്രോ ന്യൂട്രിയൻസ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് ന്യൂട്രിയൻസ് എന്ന് പഠിച്ചു. ന്യൂട്രിയൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. ഇനി നമുക്ക് WHO എങ്ങനെയാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷന് പിന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. This is the process whereby nutrients are added to food in relatively small quantities to maintain or improve the quality of the diet of a group, a community or a population. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു മൊത്തത്തിലൊരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ
അവരുടെ ഡയറ്റിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഫുഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫുഡിലേക്ക് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ ചേർക്കപ്പെടുന്ന ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന സിമ്പിൾ നോക്കാം. ഇതാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ സിമ്പിൾ അല്ലെ, F+ എന്നുള്ള ഈ സിമ്പിളാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ സിമ്പിൾ ആയിട്ട് WHO കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? ഫോർട്ടിഫൈഡ് സമ്പൂർണ്ണ പോഷൻ സ്വസ്ഥ ജീവൻ. അപ്പൊ ഈ ഒരു ലേബല് നമ്മുടെ ഫോർട്ടിഫൈഡ് ഫുഡിന്റെ ആ ഒരു ഫോർട്ടിഫൈഡ് പ്രോഡക്ട്സിന്റെ പാക്കറ്റ്സിലെല്ലാം തന്നെ കാണും. ഇത് കുറച്ച് ജനറൽ എക്സാമ്പിൾസ് ആണ് ഫോർട്ടിഫൈഡ് ഫുഡ്സിന്റെ. സാധാരണയായി മിൽക്ക് പ്രോഡക്ട്സ്, ബ്രേക്ക്ഫാസ്റ്റ് സെറിയൽസ്, യോഗർട്ട്, അതേപോലെ എഗ്, മിൽക്ക്, സാൾട്ട്, ബ്രെഡ്, ഇത്തരത്തിലുള്ള ഫുഡൊക്കെയാണ് ഫോർട്ടിഫൈഡ് ഫുഡ്സ് ആയിട്ട് ഫോർട്ടിഫൈഡ് ഫുഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിൽ ഫോർട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് പഠിക്കാനായിട്ടുണ്ട്. ഒന്ന് വെഹിക്കിൾ, ദെൻ ഫോർട്ടിഫിക്കൻസ്. എന്താണ് വെഹിക്കിൾ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ന്യൂട്രിയൻസ് ഫുഡിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഏത് ഫുഡിലേക്കാണോ ഈ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നത് ആ ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെഹിക്കിൾ ഫോർ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത്, എന്ത് ന്യൂട്രിയൻസ് ആണ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? ഫോർട്ടിഫിക്കൻസ് എന്ന് പറയുന്നത്. 2 ടേമും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏത് ഫുഡിലേക്കാണോ ആഡ് ചെയ്യുന്നത് അതിനെ വെഹിക്കിൾ ഫോർ ഫോർട്ടിഫിക്കേഷൻ എന്നും, അതേപോലെ നമ്മൾ എന്ത് ന്യൂട്രിയൻസ് ആണ് ആഡ് ചെയ്യുന്നത് അതിനെ ഫോർട്ടിഫിക്കൻസ് എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് ഫോർട്ടിഫിക്കേഷനും എൻറിച്ച്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പൊ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിനകത്തേക്ക്, അതായത് ഫുഡിലേക്ക് നമ്മൾ ന്യൂട്രിയൻസ് ആഡ് ചെയ്യാണ്. എൻറിച്ച്മെന്റും അതേപോലത്തെ പ്രോസസ്സ് തന്നെയാണ്, നമ്മൾ ഫുഡിലേക്ക് ന്യൂട്രിയൻസ് ആഡ് ചെയ്യാണ്. പിന്നെ എന്താണ് വ്യത്യാസം വരുന്നത്? ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഫുഡിനകത്ത് ഒറിജിനലി ആ സാധനം നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത് അത് ആദ്യമേ ഇല്ല. ഓക്കെ, അതായത് ഫുഡിനകത്ത് ഇല്ലാത്ത ടൈപ്പ് ഓഫ് മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ നമ്മൾ ആ ഫുഡിലേക്ക് ആഡ് ചെയ്യാണ്. ആ ടൈപ്പ് ഓഫ് പ്രോസസ്സിനെയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ മിൽക്കിൽ വൈറ്റമിൻ ഡി ഒക്കെ ആഡ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എൻറിച്ച്മെന്റോ, ഫുഡിൽ നമ്മൾ അതായത് ഇപ്പം കറന്റ്ലി ഫുഡിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത് ആ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ഇല്ല, പക്ഷെ അത് മുന്നേ ഉണ്ടായിരുന്നു. ഫുഡിൽ ഈ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട്, പക്ഷെങ്കിൽ എന്താ, ഫുഡ് പ്രോസസ്സിങ്ങിന്റെ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതാണ്. ഓക്കെ, അത് വീണ്ടും നമ്മൾ ആഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് ആഡിങ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ടു ഫുഡ് ഐറ്റംസ് ദാറ്റ് weren't originally present in it. അതാണ് ഫോർട്ടിഫിക്കേഷൻ. ആഡിങ് ബാക്ക് ന്യൂട്രിയൻസ് ടു ഫുഡ് വിച്ച് ലോസ് ഡ്യൂറിങ് ഫുഡ് പ്രോസസ്സിംഗ് ആണ് എൻറിച്ച്മെന്റ്. ഓക്കെ, അപ്പൊ ഫോർട്ടിഫിക്കേഷനും എൻറിച്ച്മെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ ടൈപ്സ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള ഫോർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാറുള്ളത്? ഫസ്റ്റ് വരുന്നത് മാസ് ഫോർട്ടിഫിക്കേഷൻ ആണ്. മാസ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ പബ്ലിക് ഹെൽത്തിന് വേണ്ടി ഒരു മൊത്തത്തിൽ കുറെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ ആണ് മാസ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. It is considered best when majority of population has an unacceptable risk related to nutritional deficiency. നമ്മൾ സാധാരണയായി ഒരു കുറെ ആൾക്കാർക്ക് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ജനറൽ പബ്ലിക്കിന് വരുന്ന സാധാരണയായി കാണപ്പെടുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും അല്ലെ, അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡിലേക്ക് സർട്ടൻ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് മാസ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ. ഇതിൽ എന്താണ്, ഇതിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സബ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി സ്പെസിഫിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, ചില ടൈപ്പ് സാധനങ്ങൾ മാത്രം ആഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അത്തരത്തിലുള്ള ഫോർട്ടിഫിക്കേഷനെയാണ് നമ്മൾ ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഫോർട്ടിഫിക്കേഷൻ ഈസ് ഓൺലി ഡൺ ഇൻ ദോസ് ഫുഡ് ദാറ്റ് ആർ എസ്പെഷ്യലി എയിംഡ് അറ്റ് സ്പെസിഫിക് സബ് ഗ്രൂപ്പ്സ് ഓഫ് ദ പോപ്പുലേഷൻ. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞു മക്കൾക്ക് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടി നമ്മൾ പിന്നെ ചില ഫീഡിങ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം അമൃതം എന്നൊക്കെ പറയുന്ന പോലത്തെ അതിൽ നമ്മൾ ചില ഗ്രൂപ്പിനെ നമ്മൾ
പിന്നെ എയിം ചെയ്യാണ് അല്ലെ. ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഫുഡിൽ മാത്രം നമ്മൾ ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നു. അപ്പൊ അതിനെയാണ് ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് ഡ്രിവൺ ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യലി വരുന്ന ഒരു സംഭവമാണ്. അതായത് അതിൽ മാനുഫാക്ചററാണ് പിന്നെ തീരുമാനിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് നമ്മൾ എന്താണ്, ഏത് വിറ്റാമിൻ അല്ലെങ്കിൽ ഏത് ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ബിസിനസ് ഓറിയന്റേറ്റീവ് സംഭവമാണ് അല്ലെ. അപ്പം അത് പറയുമ്പോഴത്തേക്കും ചില മൈക്രോ ന്യൂട്രിയൻസ് ചില ഫുഡിലേക്ക് നമ്മൾ ചേർക്കും. അപ്പൊ ഇത് കുറച്ച് എന്താണ് പറയുന്നത്, ദ സോർട്ട് ഓഫ് ഫോർട്ടിഫിക്കേഷൻ ഈസ് വോളണ്ടറി. അപ്പൊ അതായത് മാനുഫാക്ചറർ തന്നെ പിന്നെ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, പക്ഷെങ്കിൽ മസ്റ്റ് ബി അബൈഡഡ് ബൈ ദ ഗവൺമെന്റ് സെറ്റ് റെഗുലേറ്ററി ലിമിറ്റ്സ് ഫോർ ഫോർട്ടിഫിക്കേഷൻ. ഇതിനും എന്തുണ്ട്, കുറച്ച് സെറ്റ് ഓഫ് ലിമിറ്റ്സ് ഉണ്ട്, ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അത് പാലിച്ച് തന്നെ എന്ത് ചെയ്യണം, ഫോർട്ടിഫിക്കേഷൻ നടത്തണം. അപ്പൊ അതായത് ഇതൊരു ബിസിനസ് ഓറിയന്റേറ്റഡ് ഇനീഷ്യേറ്റീവ് ആണ് മാർക്കറ്റ് ഡ്രിവൺ ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ അത്രയും ഓർത്തിരിക്കുക. ഇനി ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഹൗസ് ഹോൾഡ് ലെവൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിൽ നമ്മൾ ചില ടൈപ്പ് ഓഫ് 1-2 മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൗസ് ഹോൾഡ് ലെവൽ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ ഓർത്തിരിക്കേണ്ട ഒരു ടേമും കൂടിയാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ. ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫുഡ് ക്രോപ്സിന്റെ ക്വാളിറ്റി എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ഫോർട്ടിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നുകിൽ അത് പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡ്സ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ബയോടെക്നോളജിക്കൽ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഫോർട്ടിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എക്സാമ്പിൾ ആണ് ഗോൾഡൻ റൈസ് പ്രോജക്റ്റ് ഒക്കെ. ബീറ്റ കരോട്ടിൻ ആണ് അതിൽ നമ്മൾ ഫോർട്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗോൾഡൻ റിച്ച് പ്രോജക്റ്റ് അതൊന്ന്, ഗോൾഡൻ റൈസ് പ്രോജക്റ്റ് അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സിൻസ് ദ ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു സ്റ്റേപ്പിൾ ഫുഡ്സ് that are widely consumed, this is an excellent method to improve the health of a large section of population at all once. അതായത് നമ്മൾ ഒരു ലാർജ് പോപ്പുലേഷൻ അവർ കഴിക്കുന്ന സാധാരണയുള്ള ഭക്ഷണങ്ങൾ അല്ലെ, അതിൽ നമ്മളിങ്ങനെ ഫോർട്ടിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അത്രയും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഫുഡ് ഫോർട്ടിഫിക്കേഷൻ കൊണ്ട് നമുക്ക് പറ്റും അല്ലെ. മാസ് ഫോർട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ അതിൽ പറഞ്ഞത്. Then fortification is a safe method of improving nutrition among people അല്ലെ. ഇതൊരു നമ്മുടെ ജനങ്ങൾക്കിടയിൽ അവരുടെ ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വളരെ ഒരു ചെറിയ അളവിലാണ് ആഡ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഹെൽത്ത് റിസ്ക് ഒന്നും തന്നെ ഇവർക്ക് വരുന്നില്ല. ഓക്കെ, അടുത്തത് എന്താണ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ചേഞ്ചസ് ഇൻ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് പാറ്റേൺ ഓഫ് പീപ്പിൾ. It is a socio-culturally acceptable way to deliver nutrient to people. നമ്മളിപ്പം ഫുഡിലേക്ക് കുറച്ച് ന്യൂട്രിയൻസ് അല്ല വളരെ ചെറിയ അളവിലും എന്തെങ്കിലും വൈറ്റമിൻസോ മിനറൽസോ ആഡ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പം അത് നമ്മൾ ആഡ് ചെയ്യുന്നത് വഴി നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സിനൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺ ഓഫ് ഈറ്റിങ്ങിനോ അതിനൊന്നും തന്നെ ഒരു ചേഞ്ചും വരുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണമാണ്, അതിനകത്ത് ഇത്തിരി നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഫുഡ് ഹാബിറ്റ്സിനോ അല്ലെങ്കിൽ പാറ്റേണിനോ ഒന്നും തന്നെ ഒരു ചേഞ്ചും വരുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ആൾട്ടർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫുഡ്. ഈ മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്തു എന്ന് കരുതി നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റോ ഫീലോ അതിന്റെ അപ്പീലിങ്ങോ അതിന്റെ ലുക്കോ ഒന്നും തന്നെ മാറുന്നില്ല. സോ ഇറ്റ് ക്യാൻ ബി കോംപ്ലിമെന്റഡ് ക്വിക്ലി ആസ് വെൽ ആസ് ഷോ റിസൾട്ട് ഇൻ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹെൽത്ത് ഇൻ എ റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്വിക്ക് ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മുടെ ചെറിയൊരു ടൈം പീരീഡിൽ തന്നെ നമുക്ക് ഹെൽത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ന്യൂട്രിയൻസ് ലെവൽ കൂടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോസസ് ആണ് ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷനിൽ വരുന്നത്. അപ്പൊ അത്രയാണ് ഈ ഒരു ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ കീ മൈക്രോ ന്യൂട്രിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിൽ വരുന്ന കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ആണ് അയഡിൻ, അയേൺ, വൈറ്റമിൻ എ, ഫോളിക് ആസിഡ്, സിങ്ക്, വൈറ്റമിൻ ഡി, കാൽഷ്യം, വൈറ്റമിൻ B2, B6, B12. അപ്പൊ ഇത്രയൊക്കെയാണ് കീ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ വെഹിക്കിൾസും മൈക്രോ ന്യൂട്രിയൻസും ഏതൊക്കെയാണ്, ആ ഒരു കോമ്പിനേഷൻ നമുക്കൊന്ന് നോക്കാം.
അപ്പൊ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് ഫുഡിലേക്കാണോ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യുന്നത് അല്ലെ, വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് ഒക്കെ ആഡ് ചെയ്യപ്പെടുന്നത്, ആ ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, എഡിബിൾ കോമൺ സാൾട്ടിൽ നമ്മൾ ചേർക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, അയോൺ ആൻഡ് അയോഡിൻ. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ഒക്കെയാണ് നമ്മൾ കോമൺ സാൾട്ടിൽ ചേർക്കുന്നത്. ദെൻ ഹോൾ വീറ്റ് ഫ്ലോർ ആൻഡ് മൈദ അല്ലെ, ആട്ട മൈദ ഇത്തരത്തിലുള്ളതിലൊക്കെ നമ്മൾ എന്താണ് ചേർക്കുന്നത്, അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം, സിങ്ക് പോലത്തെ ഉള്ള മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇനി റൈസിലോ അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം, സിങ്ക് ഒക്കെ തന്നെ അല്ലെ. ഇനി വൈറ്റമിൻ എ ആൻഡ് ഡി ആണ് നമ്മൾ വെജിറ്റബിൾ ഓയിൽസിലൊക്കെ ഉപയോഗിക്കുന്നത്. മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സിന്റെ കേസിലോ വൈറ്റമിൻ ഡി, അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം, ഒമേഗ 3,6 ഫാറ്റി ആസിഡ്, ഇതൊക്കെയാണ് മിൽക്ക് അതേപോലെ ഡയറി പ്രോഡക്ട്സിലൊക്കെ നമ്മൾ ആഡ് ചെയ്യപ്പെടുന്നത്. ദെൻ ICDS സപ്ലിമെന്ററി ഫുഡ്സിലോ അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം, സിങ്ക്. ദെൻ ഷുഗറിൽ വൈറ്റമിൻ എ. ഇത്രയെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത്രയാണ് നമ്മൾ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെയായിരുന്നു ഫുഡ് ഫോർട്ടിഫിക്കേഷനിൽ പറഞ്ഞത്, ന്യൂട്രിയൻസ് പറഞ്ഞു, അതിനെ തന്നെ രണ്ടായി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. മാക്രോ എന്ന് പറയുന്നത് ഫുഡിൽ വലിയ ഒരു ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്നതാണ് മാക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസോ കുഞ്ഞളവിൽ കാണുന്നത്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെയാണ് അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ദെൻ ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ സിമ്പിൾ നമ്മൾ കണ്ടല്ലേ. പിന്നെന്തായിരുന്നു, കുറച്ച് കോമൺ എക്സാമ്പിൾസ് നമ്മൾ മിൽക്ക് പ്രോഡക്ട്സ് അതേപോലെ ബ്രെഡ്, ഡയറി പ്രോഡക്ട്സ് ഒക്കെയാണ് അതിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. നമ്മൾ വെഹിക്കിളും ഫോർട്ടിഫിക്കൻസും ആണ് പഠിച്ചത് അല്ലെ. ഫുഡ് ഏതാണോ ഏതിലാണോ ആഡ് ചെയ്യുന്നത് അതിനെ വെഹിക്കിൾ എന്നും, ആഡ് ചെയ്യുന്ന ന്യൂട്രിയൻസിനെ ഫോർട്ടിഫിക്കൻസ് എന്നും പറയുന്നു. ദെൻ ഫോർട്ടിഫിക്കേഷനും എൻറിച്ച്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു, ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡിൽ ഇല്ലാത്ത ടൈപ്പ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെ. എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതും പിന്നീട് എന്തെങ്കിലും പ്രോസസ്സിംഗ് സ്റ്റേജിൽ നഷ്ടപ്പെട്ടതുമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതിനെയാണ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ടൈപ്പ് ആണ് പറഞ്ഞത്. അതിൽ മാസ് ഫോർട്ടിഫിക്കേഷൻ, ടാർഗറ്റഡ് ഫോർട്ടിഫിക്കേഷൻ, മാർക്കറ്റ് ഡ്രിവൺ ഫോർട്ടിഫിക്കേഷൻ, ഹൗസ് ഹോൾഡ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോർട്ടിഫിക്കേഷൻ, ദെൻ ബയോ ഫോർട്ടിഫിക്കേഷൻ. എന്തൊക്കെയായിരുന്നു ഫോർട്ടിഫിക്കേഷന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് കണ്ടു. മൈക്രോ ന്യൂട്രിയൻസ് ആണ് പിന്നീട് നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ അയൺ, അയോഡിൻ, വൈറ്റമിൻ എ, ഫോളിക് ആസിഡ്, സിങ്ക്, വൈറ്റമിൻ ഡി, കാൽഷ്യം, വൈറ്റമിൻ B2, B6, B12 ഒക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ അത് ഏതൊക്കെ വെഹിക്കിൾസിലാണ് നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനും കുറച്ച് എക്സാമ്പിൾസ് ആണ് കണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫുഡ് ഫോർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.